ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് ആരംഭിച്ചു. 8 സംസ്ഥാനങ്ങളിലെ 57 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ബീഹാർ, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ. ഒഡീഷ സംസ്ഥാന നിയമസഭയിലെ ബാക്കിയുള്ള 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ഇതോടൊപ്പം തന്നെ നടക്കും. വോട്ടിംഗ് രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചു. ലോക്സഭാ മണ്ഡലങ്ങൾ അനുസരിച്ച് വോട്ടെടുപ്പ് സമയം അവസാനിക്കുന്നത് വ്യത്യാസപ്പെടാം. കഴിഞ്ഞ മാസം 19-ന് ആരംഭിച്ച് 486 ലോക്സഭാ സീറ്റുകളിലേക്ക് 6 ഘട്ടങ്ങളിലായി ഇതിനകം നടന്ന വോട്ടെടുപ്പുകൾ പൂർത്തിയായി. ഇന്നത്തെ വോട്ടെടുപ്പോടെ ലോകത്തിലെ ഏറ്റവും വലിയ പോളിംഗ് മാരത്തണിന് സമാപനമാകും. 28 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള 486 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സുഗമമായും സമാധാനപരമായിട്ടാണ് പൂർത്തിയാക്കിയതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ജൂൺ 4-ലാണ് വോട്ടെണ്ണൽ. 7ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന യുപിയിലെ വാരണാസിയാണ്. ഇത് 3-ാം തവണയാണ് നരേന്ദ്രമോദി വാരണാസിയിൽ നിന്നും ജനവിധി തേടുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന അജയ് റായിയാണ് മോദിയുടെ എതിരാളി. മായാവതിയുടെ BSPക്ക് വേണ്ടി അത്താർ ജമാലും മത്സര രംഗത്തുണ്ട്. 2019-ൽ SP-യുടെ ശാലിനി യാദവിനെതിരെ 4,79,505 വോട്ടിനായിരുന്നു നരേന്ദ്രമോദിയുടെ വിജയം. നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്, കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി, ചലച്ചിത്ര താരം കങ്കണ റണൌട്ട് എന്നിവരും ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. 1.09 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലായി 10.06 കോടിയിലധികം വോട്ടർമാരാണ് ഇന്ന് ജനവിധി എഴുതുന്നത്. ഇവർക്കായി ഏകദേശം 10.9 ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു കഴിഞ്ഞു. 5.24 കോടി പുരുഷന്മാരും 4.82 കോടി സ്ത്രീകളും 3574 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെയാണ് 10.06 കോടി വോട്ടർമാരുള്ളത്. പോളിംഗിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സഞ്ചരിക്കുന്നതിനായി 13 പ്രത്യേക ട്രെയിനുകളും 8 ഹെലികോപ്റ്ററുകളും വിന്യസിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ അന്തരീക്ഷത്തിൽ പോളിംഗ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം തണൽ, കുടിവെള്ളം, റാമ്പുകൾ, ശൗചാലയങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തയ്യാറാക്കണമെന്നും ഉദ്യോഗസ്ഥരോടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ വിജയിച്ച സംസ്ഥാനങ്ങൾ BJP നിലനിർത്തുമെന്നാണ് JP നദ്ദ തറപ്പിച്ചു പറയുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ സീറ്റിലും ഇത്തവണയും വിജയിക്കുമെന്നും പുതിയ സംസ്ഥാനങ്ങളിൽ, അതായത് പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നുവെന്നും സംസ്ഥാനത്തെ 42-ൽ 30 വരെ സീറ്റിൽ ഞങ്ങൾ വിജയിക്കുമെന്നും വളരെ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് JP നദ്ദ.